الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم ونفسي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم هو الذي أنزل من السماء ماء لكم منه شراب ومنه شجر فيه تسيمون ينبت لكم به الزرع والزيتون والنخيل والأعناب ومن كل الثمرات إن في ذلك لآية لقوم يتفكرون. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവായ റബ്ബുൽ ആലമീനായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവനിഷ്ടപ്പെടുന്ന അവൻ്റെ യഥാർത്ഥ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ, സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഇത് മഴക്കാലമാണല്ലോ. മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. അതേപോലെ കുറച്ചു കഴിയുമ്പോൾ ആ മഴ നിൽക്കുന്നു. ചിലപ്പോൾ ആ മഴ ശക്തിയാകുന്നു, ചിലപ്പോൾ അത് ദുർബലമായി പോകുന്നു, ചിലപ്പോൾ അത് വലിയ വിധത്തിലുള്ള മഴയായിട്ട് അതിതീവ്ര മഴയെന്നൊക്കെ പറയുന്നു. ഇങ്ങനെ ഒരു മഴയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അല്ലെങ്കിൽ മഴയുടെ പല സ്വഭാവ രീതികളും കണ്ടും പരിചയിച്ചും ഒക്കെ കഴിയുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. ആ മഴയെ സംബന്ധിച്ച് ജനിച്ച നാൾ മുതൽ നമ്മൾ മഴയും നമ്മളോടൊപ്പം ജീവിക്കുകയാണ്.
ഓരോരോ കാലഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും ഒരു പ്രകൃതി നിശ്ചയിച്ചിട്ടുണ്ട്, എല്ലാത്തിനും ഒരു വ്യവസ്ഥ നിശ്ചയിച്ചിട്ടുണ്ട്. ആ വ്യവസ്ഥയിൽപ്പെട്ടതാണ് മഴയും എന്ന് പറയും. അതുകൊണ്ട് തന്നെ മഴ വരുമ്പോൾ അയ്യോ മഴ എന്ന് പറഞ്ഞുകൊണ്ട് പേടിക്കുകയോ അല്ലെങ്കിൽ അതിനെ മറ്റൊരു വിധത്തിൽ കാണുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. മറിച്ച് അതും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ പൂർണ്ണമായും സ്വീകരിക്കുവാൻ, ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മൾ പലതരത്തിലുള്ള മഴകൾ നമ്മൾ കാണും. ആ മഴ തന്നെ, അതിൻ്റെ ആ സൃഷ്ടിപ്പ് തന്നെ വലിയ അത്ഭുതമാണ്. നമുക്ക് ചിന്തിക്കാൻ മാത്രം പോന്ന കാര്യങ്ങൾ മഴയിൽ മാത്രമുണ്ട്. മഴ മാത്രം മനസ്സിലാക്കിയാൽ അതിൻ്റെ പിന്നിലുള്ള സൃഷ്ടാവിനെ മനസ്സിലാക്കാൻ എളുപ്പമാണ്, മറ്റൊന്നും വേണ്ടതില്ല. മഴ മാത്രം മുന്നിൽ വെച്ച് ഒന്ന് പഠിച്ചാൽ തന്നെ അള്ളാഹു ആരാണ്, അവൻ്റെ കഴിവ് എത്രയാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നത്. ആ മഴയുടെ ആ രൂപം, അത് പെയ്തിറങ്ങുന്ന അല്ലേ, ഷവറിൽ നിന്ന് ഇറങ്ങുന്ന പോലെയാണ്. നമ്മളൊരു ഷവർ തുറന്നു വെച്ച് അതിൻ്റെ കീഴിൽ നിൽക്കുന്നത് പോലെയാണ് നമുക്ക് മഴ അനുഭവപ്പെടുന്നത്. അതല്ലാതെ ആകാശത്തു നിന്നും കോരിച്ചൊരിയുന്ന അല്ലെങ്കിൽ പൊട്ടിയൊഴിക്കുന്ന രീതിയിലാണ് മഴയെങ്കിലെന്ന് ആലോചിച്ച് നോക്കിക്കേ, എന്തായിരിക്കും നമ്മുടെയൊക്കെ അവസ്ഥ? നമുക്ക് എന്തായിരിക്കും, എങ്ങനെയായിരിക്കും നമുക്ക് അത് അനുഭവപ്പെടുക? വളരെയധികം വിഷമകരമായ രീതിയായിരിക്കും ആ സമയത്ത് സംഭവിക്കുക. ഒന്നാകെ പൊട്ടി വരിക, മേഘം പൊട്ടി ഒന്നാകെ പെയ്യുന്ന രീതിയായിരുന്നുവെങ്കിൽ നമുക്ക് അതിനെ താങ്ങുവാൻ നമുക്ക് സാധിക്കുമായിരുന്നില്ല. അപ്പോൾ അവിടെയൊക്കെ ഒരു ഷവർ കണക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ അരിച്ചരിച്ച് ഇറക്കുന്ന രീതിയിൽ, ഒരു അരിപ്പയിലൂടെ ഇറക്കിത്തരുന്ന രീതിയിൽ അതിനെ സംവിധാനിച്ചു എന്നുള്ളത് തന്നെ വളരെ അധികം നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ ഈ മഴക്കാലം വരുമ്പോൾ നമ്മുടെ ചിന്തകൾ ആ ഒരു വിധത്തിലേക്ക് രൂപപ്പെടേണ്ടതുണ്ട്. പലപ്പോഴും മഴ നമ്മളെ അസ്വസ്ഥരാക്കുന്നു, ചില ആളുകൾക്ക് പ്രയാസം സൃഷ്ടിക്കുന്നു. കാരണം എന്താ? ഒന്ന് പോയി വരാൻ പ്രയാസം, ഒന്ന് പോകുമ്പോൾ പുറത്തോട്ട് ഇറങ്ങിയാൽ ഇങ്ങനെ മഴ, അതിൻ്റെ അവിടെ താഴെ വെള്ളം ചവിട്ടണം, അങ്ങനെ ഉള്ള കാര്യങ്ങളൊന്നും പുറത്തേക്ക് പോയെന്നും മാർക്കറ്റിൽ പോകണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് പുറത്തു പോകണം എന്ന് വിചാരിച്ചാൽ അത് വേണ്ടതുപോലെ ഒന്നും കിട്ടുന്നില്ല, മനസ്സ് കിട്ടുന്നില്ല. എന്നാൽ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ എത്തിയാലോ, തിരിച്ചെത്തിയാലോ, പിന്നെ മഴ പെയ്താലും ഇടിച്ചു കുത്തി പെയ്താലും ഒരു കുഴപ്പവും നമുക്കില്ല. ഇതാണ് മനുഷ്യൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്. പെട്ടെന്നാണ് മനുഷ്യൻ മാറുകയും മറിയുകയും തിരിയുകയും ഒക്കെ ചെയ്യുന്നത്. നമ്മുടെ ആവശ്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ എന്താണ്? ഈ ബസ്സിൽ കയറിയവൻ്റെ അവസ്ഥ, ഒരു ബസ് ഓടിപ്പോവുകയാണ്. അപ്പോൾ നമ്മൾ കുറേ നേരം കൊണ്ട് കാത്തു നിന്നു ബസ്സിന് വേണ്ടി. അങ്ങനെ കുറേ നേരമായി ബസ് കാണുന്നില്ല. അവസാനം ഒരു ബസ് വന്നു കയറി. പിന്നെയൊക്കെ നമ്മുടെ ചിന്ത എന്താ? ബസ് എവിടെയും നിർത്താൻ പാടില്ല, പെട്ടെന്ന് നമ്മുടെ സ്ഥലത്ത് എത്തിച്ചേരണം. പെട്ടെന്ന് ഏതെങ്കിലും ഇവിടെ നിർത്തിയാലോ, ഒരാൾ കയറാൻ നിൽക്കുകയാണെങ്കിലോ, അപ്പോൾ നമ്മുടെ മുഖവും മറ്റും ഒക്കെ മാറുകയാണ്. ഇതാണ് നമ്മുടെ ഒരു സ്വഭാവം. ഇത് വെച്ചുകൊണ്ട് അങ്ങോട്ട് നോക്കിയാൽ നമ്മുടെ സ്വാർത്ഥമായ താല്പര്യങ്ങൾ കൊണ്ട് മാത്രമാണ്. നമുക്ക് ഒന്നും സംഭവിക്കാൻ പാടില്ല. എൻ്റെ കാര്യങ്ങൾ നന്നായി നടക്കണം, അത് ഒരു തടസ്സവും ഉണ്ടാകാൻ പാടില്ല എന്ന വിചാരവും ചിന്തയുമാണ് മനുഷ്യരായ നമുക്കുള്ളത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, ഈ മഴ എന്ന് പറയുന്നത് പ്രതിഭാസം, ഇതൊരു ഈ ദുനിയാവിൻ്റെ അല്ലെങ്കിൽ ഈ ഭൂമിയുടെ സന്തുലിതാവസ്ഥയുടെ ഭാഗമാണ്. ഇത് നിലനിർത്തി പോകുന്നത് ഇവിടെയുള്ള ചെടികളും മരങ്ങളും
എല്ലാം, അതേപോലെ മൃഗങ്ങളും മനുഷ്യരായ നാമും എല്ലാം ഈ ഇതുള്ളത് കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള വളരെ ഗൗരവമായ കാര്യം നാം എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ മഴയെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടതുണ്ട്. എന്താണ് മഴ? നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഈ ഭൂമിയിൽ നിന്നും നീരാവിയായി മേൽപോട്ട് ഉയർന്ന് സൂര്യന്റെ ചൂട് കൊണ്ട് ഏറ്റ് ഭൂമിയിലെ ജലം പിന്നെ എന്ത് ചെയ്യുന്നു? നീരാവിയായി മേൽപോട്ട് ഉയർന്ന് അത് മേഘമായി കനീഭവിച്ച് അത് തിരിച്ച് പെയ്യുന്നു, അല്ലേ? ഇതാണ് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് ശാസ്ത്രം മഴയെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എന്നാൽ ഈ ഒരു സംവിധാനം, ജലം നീരാവിയായി അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നതും അതും മേഘമായി രൂപം കൊള്ളുന്നതും അത് മഴയായി പെയ്തിറങ്ങുന്നതും, അങ്ങനെ ഈ 3 ഘട്ടങ്ങൾ, അതിനെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. അതെങ്ങനെ രൂപപ്പെടുന്നു, എങ്ങനെ ഇത് സംഭവിക്കുന്നു? ഈ കട്ടിയാകുന്നതും അത് മുകളിലോട്ട് പോയി അത് മേഘങ്ങളായിട്ട് കൂട്ടി ഘടിപ്പിച്ച് ഒരു പിന്നെ അതിൽ നിന്നും ഈ പറയുന്നത് പോലെ മഴയായിട്ട് ഭൂമിയിലേക്ക് പെയ്തിറങ്ങുന്നതും അതൊരു യാദൃച്ഛികമാണെന്ന് നമുക്ക് എങ്ങനെ പറയുവാൻ സാധിക്കും? അത് രൂപപ്പെടുന്ന അതിൻ്റെ രൂപപ്പെടൽ. അപ്പോൾ സഹോദരങ്ങളെ മനസ്സിലാക്കണം, ഇതിൻ്റെ രൂപപ്പെടലിലൊന്നും പിന്നെ ഒരു യാദൃച്ഛികതയല്ല സംഭവിക്കുന്നത്, മറിച്ച് അത് കൃത്യമായിട്ട് അങ്ങനെ ഒരു സംവിധാനം ഇവിടെ സംവിധാനിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ സംവിധാനത്തിൽ അതിൽ മനുഷ്യർക്ക് അതിൽ യാതൊരു പങ്കുമില്ല, മറിച്ച് സർവശക്തനായ അള്ളാഹുവാണ് ഇക്കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. ഇതെല്ലാം കൃത്യമായി നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ്. അല്ലെങ്കിലോ ഇവിടെയുള്ള ഇപ്പോ സൂര്യൻ ഉദിച്ചില്ലെങ്കിലോ, രാവ് വന്നില്ല എങ്കിലോ നമുക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? രാത്രിയായില്ല, പതിവായി പകല് തന്നെ രാത്രിയായില്ല എങ്കിൽ നമുക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? മനുഷ്യരായ നമുക്ക് എന്തെങ്കിലും അക്കാര്യത്തിൽ നമുക്ക് ചെയ്യാനുണ്ടോ? ഒന്നും ചെയ്യാനില്ല. നമുക്ക് അതിൽ ഒന്നും, നമ്മൾ നിസ്സഹായരാണ്. നമുക്ക് അതിലൊന്നും ഒരു പങ്കുമില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ശാസ്ത്രം എന്നൊക്കെ പറയും. ശാസ്ത്രം ഓടിപ്പോകുന്ന ചില സമയങ്ങളും സന്ദർഭങ്ങളും ഒക്കെ നമ്മൾ കാണുന്നില്ലേ? അവരും കൈമലർത്തുന്ന രംഗങ്ങളില്ലേ? എല്ലാം ശാസ്ത്രമാണ് എന്ന് പറഞ്ഞ് അതിൻ്റെ പിന്നാലെ കൂടണ്ട, മറിച്ച് ഈ ദുനിയാവിലെ പ്രതിഭാസങ്ങളെ പഠിച്ച് നമ്മുടെ മുമ്പിൽ തുറന്നു കാണിച്ചു തരുന്ന, വിശദീകരിച്ചു തരികയാണ് ശാസ്ത്രം ചെയ്യുന്നത്. ഓരോത്തിൻ്റെയും കാര്യങ്ങൾ ഇന്നതാണ് എന്ന് കൃത്യമായി വിശദീകരിച്ചു തരികയാണ് ശാസ്ത്രം ചെയ്യുന്നത്. അല്ലാതെ ശാസ്ത്രം കണ്ടെത്തി എന്നല്ല. ഇവിടെ ഉള്ളത് എന്ത് ചെയ്യുന്നു? അത് ശാസ്ത്രം വിശദീകരിച്ചു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമുക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് ഒക്കെ വളരെ നേരത്തെ തന്നെ റബ്ബ് നമുക്ക് ഇതിനെക്കുറിച്ചും മഴയെക്കുറിച്ചും കാറ്റിനെക്കുറിച്ചും അതേപോലെ പിന്നെ ഭൂമിയെക്കുറിച്ചും സൂര്യനെക്കുറിച്ചും ചന്ദ്രനെക്കുറിച്ചും എല്ലാത്തിനെക്കുറിച്ചും റബ്ബ് നമുക്ക് കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്, പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മളൊരു ഒരു ശാസ്ത്രത്തിന്റെ കയ്യൊപ്പ് നമുക്കതിൽ വേണ്ടതില്ല. റബ്ബ് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഴയെക്കുറിച്ച് പറഞ്ഞത് വഹുവല്ലദീ യുർസിലുർ റിയാഹ ബുശ്റൻ ബൈന യദൈ റഹ്മതിഹി ഹത്താ ഇദാ അഖല്ലത് സഹാബൻ സിഖാലാ സുഖ്നാഹു ലിബലദിൻ മയ്യിതിൻ ഫഅൻസൽനാ ബിഹിൽ മാഅ ഫഅഖ്റജ്നാ ബിഹി മിൻ കുല്ലി സമറാത്ത് كذلك نخرج الموتى لعلكم تذكرون. അല്ലാഹു പറയുകയാണ്,
വഹുവല്ലദി അവനത്ര യുർസിലു റിയാഹ ബുശ്റൻ, തന്റെ അനുഗ്രഹത്തിന് മുമ്പായി ബൈന യദൈ റഹ്മതിഹി, തന്റെ അനുഗ്രഹത്തിന് മുമ്പായി സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ട് കാറ്റുകളെ അയക്കുന്നവൻ അവനാണ്, അള്ളാഹുവാണ്. സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ട് തന്റെ കാരുണ്യത്തിന് മുമ്പായി. അള്ളാഹു മഴയെ കാരുണ്യമെന്നാണ് പറഞ്ഞത്. അള്ളാഹു മഴയെ വിശേഷിപ്പിച്ചത് അവന്റെ കാരുണ്യമെന്നാണ്. അതെ, കാരുണ്യമാണ് മഴ, കാരുണ്യമാണ്, അനുഗ്രഹമാണ്. അതില്ലെങ്കിൽ നമ്മുടെ എല്ലാ സ്ഥിതിയും താളം തെറ്റും. ഇപ്പൊ മഴ പെയ്യേണ്ട സമയത്ത് നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ അനുസരിച്ച് പിന്നെ അള്ളാഹു ഓരോ നാടിനും ഓരോ രീതി നിശ്ചയിച്ചിട്ടുണ്ട്. മഴയില്ലാത്ത നാട്ടിൽ അതിനുള്ള സംവിധാനങ്ങൾ, ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ, അവിടെ മഴ സുലഭമായിട്ട് ഇതേപോലെ മഴയില്ല. അവിടെ കഠിനമായ ചൂടും കഠിനമായ കൊടും തണുപ്പുമാണ്, മഴയില്ല. വളരെ അപൂർവമായിട്ടാണ് അവിടെ മഴ പെയ്യുന്നത്, വളരെ അപൂർവമായിട്ടാണ്. നമ്മുടെ നാട്ടിൽ ഈ പെയ്യുന്നത് പോലെയൊന്നും കാണത്തില്ല. ഒരു ദിവസം ഇങ്ങനെ വരും, പെയ്യും, പിന്നെ അതിൽ പോക്ക് പോകും. പിന്നെ എപ്പോഴെങ്കിലും പെയ്താൽ മാത്രമേ ആ മഴ വരികയുള്ളൂ. പക്ഷേ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ജീവിക്കുന്ന ആളുകൾക്ക്, മനുഷ്യർക്കും അതേപോലെ മറ്റു ജീവജാലങ്ങൾക്കുമെല്ലാം അവിടെ വേണ്ട സംവിധാനങ്ങൾ അള്ളാഹു ഒരുക്കിയിട്ടുണ്ട്. അല്ലേ? അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്. അള്ളാഹു ചോദിക്കുകയാണ്, മരുഭൂമിയിലെ എന്താണ് കപ്പൽ എന്നറിയപ്പെടുന്ന, മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്ന മരുഭൂമിയിൽ ജീവിക്കുന്ന ഒട്ടകത്തെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അള്ളാഹു ചോദിക്കുകയാണ്. ആ ഒട്ടകത്തിന് ജീവിക്കുവാനുള്ള എല്ലാവിധ അനുകൂലമായ ഘടകങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ജീവിക്ക് അവിടെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. മരുഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്കറിയാം മരിക്കാറ്റുകൾ ഉണ്ടാകും, കാറ്റുകൾ, ശക്തമായ മണൽക്കാറ്റുകൾ ഉണ്ടാകും. അതേപോലെ തന്നെ ആവശ്യത്തിന് വെള്ളം ഉണ്ടാവുകയില്ല, വെള്ളം എല്ലാം സുലഭമാവുകയില്ല. അപ്പോൾ ആ ജീവിക്ക് വെള്ളവും വേണം. അപ്പൊ എന്താ ചെയ്യുക? അത് വെള്ളം കുടിക്കുന്ന സമയത്ത് ഓവർലോഡായിട്ട് അത് എടുക്കും. അതിന് പ്രത്യേകമായ ശേഖരിക്കാനുള്ള അറ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ജീവിയിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. ഒരറ, പ്രത്യേകമായ അറ, വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള അറ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നോക്കുക, ഇന്നിപ്പോ അവിടെയുള്ള മനുഷ്യർ അവരുടെ കാലങ്ങളായി പുരോഗമിച്ച് ഇന്ന് ആ ചൂടിനെയും തണുപ്പിനെയും പ്രതിരോധിക്കുന്ന അവസ്ഥയിലേക്ക് അവിടങ്ങളിലുള്ള ആളുകൾ മാറിയിട്ടുണ്ട്. അപ്പോ ഇങ്ങനെ നമ്മുടെ നാട്ടിലും ഇതുപോലുള്ള കാലാവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിരിക്കുകയാണ്. നമ്മുടെ നാട്ടിന് അനുയോജ്യമായ, അല്ലെ, മരുഭൂമിയിലെ പോലെ അല്ല നമ്മുടെ നാട്. ഇവിടെ ധാരാളം വൃക്ഷങ്ങളുണ്ട്, മരങ്ങളും മലകളും നദികളും അരുവികളും പുഴകളും എല്ലാമുള്ള നാടാണ് നമ്മുടെ ഈ നാട്. അപ്പൊ അവിടെ വേണ്ട ആ കാര്യങ്ങൾ, അവിടെ വേണ്ടതെല്ലാം എന്ത് ചെയ്യാണ് റബ്ബ് ഈ നാടിന് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ നാട്ടിനും അള്ളാഹു പ്രത്യേകം ഒരുക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ അതിൽപ്പെട്ടതാണ് മഴ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ആ മഴ വരുന്നത് വഹുവല്ലദീ യുർസിലു റിയാഹ ബുശ്റൻ ബൈന യദൈ റഹ്മതിഹി, തന്റെ അനുഗ്രഹത്തിന് മുമ്പായി, കാരുണ്യത്തിന് മുമ്പായി സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ട് കാറ്റുകളെ അയക്കുന്നവനാണ് അവൻ. ഹത്താ ഇദാ അഖല്ലത് സഹാബൻ സിഖാലൻ, അങ്ങനെ ആ കാറ്റുകൾ ആ ഭാരിച്ച മേഘങ്ങളെ വഹിച്ചു കഴിഞ്ഞാൽ സുഖ്നാഹു ലിബലദിൻ മയ്യിത്തിൻ, അത് മയ്യിത്തായ നാടുകളിലേക്ക് അതിനെ നയിച്ചു കൊണ്ടുപോകും. ആ കാറ്റുകൾ നമുക്കറിയാമല്ലോ, നമ്മൾ കാണുന്ന കാര്യങ്ങൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന ദൃഷ്ടാന്തങ്ങളാണ്. നമ്മുടെ കണ്ണുകൊണ്ട് കാണുകയാണ്. മേഘം ഇങ്ങനെ വരിക, പടിഞ്ഞാറോ അല്ലെ കിഴക്കോ അല്ലെ വടക്കോ എവിടെ നിന്നാണെങ്കിൽ കാറ് വെച്ചിങ്ങനെ കയറും, അല്ലെ? കുറച്ച് കഴിയുമ്പോൾ ആ കാർ അത് കാറ്റുമായിട്ട് ഇങ്ങനെ വരികയാണ്. കാറ്റുമായിട്ട് ഇങ്ങനെ അടിച്ച് എങ്ങനെ കാറ്റ് കൊണ്ടുവന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അത് നിർജീവമായ നാട്ടിലേക്ക്, ആവശ്യമുള്ള നാടുകളിലേക്ക്
അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ എത്തിക്കുന്നു. ആ കാർമേഘങ്ങളെ, ആ വെള്ളമുള്ള കാർമേഘങ്ങളെ, വലിയ ഒരു അത്ഭുതമാണ് ഈ നടക്കുന്നത്. പക്ഷെ നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാനും ചിന്തിക്കാനും നേരമില്ല. നമുക്ക് ദുനിയാവിന്റെ കാര്യങ്ങൾ തന്നെ ചിന്തിച്ച് തീരുന്നില്ല. എങ്ങനെ രണ്ടറ്റം മുട്ടിക്കാം എന്നുള്ള ചിന്തയിലാണ്, പരക്കം പാച്ചിലാണ് നമ്മൾ. എങ്ങനെ ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാം, എങ്ങനെ ഇത് ജീവിതം മുന്നോട്ട് നയിക്കും. എന്നാൽ സഹോദരങ്ങളെ, അതവിടെ നടക്കുകയല്ലേ. അതും വേണം. ഈ കാര്യങ്ങൾ റബ്ബുണർത്തുന്ന കാര്യങ്ങളും വേണം. നീ ഇവിടെ ശാശ്വതനാണോ? അല്ല. ഇവിടെ നിന്ന് നീയും പിരിയേണ്ട ഒരു നാളുണ്ട്, പിരിയേണ്ടി വരും. പക്ഷെ അതിനു മുമ്പ് റബ്ബിന്റെ ഈ കാര്യങ്ങളെല്ലാം നീ മനസ്സിലാക്കി ആ റബ്ബിനെ അറിഞ്ഞ് ആ റബ്ബിനെ കൽപ്പനക്കനുസരിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ വേണം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നിർജീവമായ വല്ല നാട്ടിലേക്കും അതിനെ നയിച്ചു കൊണ്ടുപോവുകയും ഫഅൻസൽനാ ബിഹിൽ മാ, എന്നിട്ട് അവിടെ അവൻ അത് പെയ്യിപ്പിക്കുകയും ചെയ്യുന്നു മഴയായിട്ട്. ഫഅഖ്റജ്നാ ബിഹി മിൻ കുല്ലി സമറാത്ത്, ഫഅഖ്റജ്നാ ബിഹി, അതുകൊണ്ട് അല്ലാഹു പുറത്തു കൊണ്ടുവരുന്നു, മിൻ കുല്ലി സമറാത്ത്, എല്ലാ തരം കായ്കനികളും നമ്മൾ ഭക്ഷിക്കുന്നതേ. ഫൽയൻദുറിൽ ഇൻസാനു ഇലാ തുആമിഹി അന്നാ സബബിനൽ മാഅ സബ്ബ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, ഫൽയൻദുറിൽ ഇൻസാൻ, മനുഷ്യൻ ചിന്തിക്കുന്നുണ്ടോ, ഇലാ തുആമിഹി, അവന്റെ ഭക്ഷണത്തിലേക്ക്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ സംബന്ധിച്ച് അല്ലാഹു ചോദിക്കുകയാണ്, ഒന്ന് ചിന്തിക്കണോ മനുഷ്യ. എന്താണ് ഈ ഭക്ഷണം എങ്ങനെ ടേബിളിന്റെ പുറത്തുണ്ടാകുന്നു, എങ്ങനെ അത് റെഡിയായിട്ട് വരുന്നു, എങ്ങനെയാണ് അത് ഭക്ഷണമായിട്ട് നിന്റെ ടേബിളിന്റെ മുന്നിലേക്ക് എത്തുന്നത്. ഫൽയൻദുറിൽ ഇൻസാനു ഇലാ തുആമിഹി, എന്നിട്ട് അല്ലാഹു പറഞ്ഞത് അന്നാ സബബിനൽ മാഅ സബ്ബ, ശക്തമായ വെള്ളം നാം നിങ്ങൾക്ക്, ശക്തമായ വെള്ളം നാം ചൊരിഞ്ഞു തന്നു എന്നാണ്. വെള്ളമില്ലെങ്കിൽ ഇതെല്ലാം പോകും. നിങ്ങൾ നോക്കൂ, ഈ എത്ര മഴ പെയ്താലും ഒരു തരി ചൂട് വന്നാൽ നമ്മൾ സഹിക്കുന്നുണ്ടോ? ഒരു ദിവസത്തെ വെയില് വന്നാൽ ഇതെല്ലാം എന്താവുകയാണ്? ആ പെയ്ത മഴയൊന്നും നമുക്ക് അനുഭവപ്പെടുന്നില്ല, ചൂടായിട്ട് മാറുകയാണ്. എന്നിട്ടാണ് നമ്മൾ ഈ കിടന്ന് വെപ്രാളം പിടിക്കുന്നത്, നമ്മൾ ഈ കിടന്ന് പരവേശം കാണിക്കുന്നത്. ഒരു വെയില് വന്നാൽ പോകുന്ന കാര്യമാണിത്. പക്ഷേ ഈ മഴയില്ലെങ്കിലെന്നുള്ള ഒരവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ മഴയില്ലെങ്കിലുള്ള അവസ്ഥ, മഴയില്ലെങ്കിൽ, കിട്ടാനില്ലെങ്കിൽ, മഴ അതിൻ്റെ സമയത്ത് പെയ്തില്ലെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യും? നിലവിൽ മഴയില്ലേ എന്ന് പറഞ്ഞു. മഴയില്ലേ മഴ എങ്ങനെ മഴ എന്ന് പറഞ്ഞിട്ട് നിലവിളിക്കാൻ തുടങ്ങും. മഴ ഇങ്ങോട്ട് വന്നാലോ അപ്പോൾ സ്വഭാവം മാറും. അപ്പോൾ വെയിലും പാടില്ല, മഴയും പാടില്ല എന്ന ഒരു രീതിയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അങ്ങനെയല്ല. നമ്മുടെ മനസ്സ് മാറണം. ഇതൊക്കെ ഇതിൽ പടച്ചവൻ നിശ്ചയിച്ചതാണ്, ഇവിടെ ഇതൊക്കെ വേണ്ടതാണ് എന്നൊരു ചിന്ത നമുക്കുണ്ടാവണം. കദാലിക, എന്നിട്ട് അള്ളാഹു പറഞ്ഞ എന്താണ്? ഈ മഴ പെയ്യിപ്പിക്കുന്നത്, ഈ ധാന്യങ്ങൾ, എല്ലാതരം കായ്കനികളും പുറത്തു കൊണ്ടുവരുന്നത്, അത് ഒരു എന്താണ്? റബ്ബ് പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുന്നത് കദാലിക നുഖ്രിജുൽ മൗത, ഇപ്രകാരമാണ് നാം മരണപ്പെട്ടവരെ പുറത്തു കൊണ്ടുവരുന്നതും ഇതുപോലെയാണ്. ഒരു മഴ വർഷിപ്പിച്ച് അവിടെ ആ വരണ്ട ഭൂമിയിൽ, ആ മരണപ്പെട്ട ഭൂമിയിൽ, മയ്യത്തായ ഭൂമിയിൽ, അവിടെ ചെടിയുടെ നാമ്പുകൾ മുളക്കുന്നത് നമ്മൾ കാണുന്നു. എവിടെ നിന്ന് വന്നു? തരിശായ ഭൂമിയായിരുന്നു, ഒന്നുമില്ലായിരുന്നു. പക്ഷെ ഒരു മഴ പെയ്തപ്പോൾ അതാ ഇവിടങ്ങളിലെല്ലാം ചെറിയ ചെറിയ നാമ്പുകൾ ഭൂമിയിൽ നിന്നും പുറത്തേക്ക് വരുന്നു. എവിടെ നിന്ന് വരുന്നു? റബ്ബ് പറയുന്നു, ഇതുപോലെ നാം ആ ഖബറിൽ കിടക്കുന്ന ആളുകളെ
പുറത്തേക്ക് കൊണ്ടുവരും. കദാലിക നുഖ്രിജുൽ മൗത ലഅല്ലകും തദക്കറൂൻ. നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, നിങ്ങൾ ആലോചിക്കുന്നില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുക. അപ്പോൾ ഈ ഒരു ദൃഷ്ടാന്തം ഇതുപോലെ അനേകമായത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ മഴയെ സംബന്ധിച്ച് പറഞ്ഞു തരുന്നുണ്ട്. വലിയ ഈ അനുഗ്രഹത്തെ സംബന്ധിച്ച് നമ്മൾ മറന്നു പോകാൻ പാടില്ല. വീട്ടിൽ ഒരല്പം ഒന്ന് കരണ്ട് പോയി, മോട്ടർ ടാങ്ക് നിറക്കാൻ മറന്ന സമയത്ത് ടാങ്ക് നിറച്ചില്ല, എന്തായിരിക്കും നമ്മുടെ ഒക്കെ വീട്ടിലെ എല്ലാം താളം തെറ്റും. വീട്ടിലെ പെണ്ണുങ്ങളാണെങ്കിൽ വളരെയധികം വിഷമിക്കും, അവരാണല്ലോ കൂടുതൽ വിഷമിക്കുന്നത്. നമ്മളൊക്കെ ആണുങ്ങൾ പോയി സമയത്ത് പോയി കയ്യും കഴുകി അവിടെ ഇരുന്നാൽ മതി. പക്ഷെ ഇത് ഉണ്ടാക്കാനും ഭക്ഷണം പാകം ചെയ്യാനും അതേപോലെ അലക്കാനും നമ്മുടെ അണിഞ്ഞിരുന്ന വസ്ത്രങ്ങൾ, അഴുക്കായ വസ്ത്രങ്ങളൊക്കെ കഴുകിത്തരാനും എല്ലാത്തിനും വെള്ളം വേണം. ആ വെള്ളം ഇല്ലാതെ വരുമ്പോൾ നമ്മൾ വെള്ളത്തിന്റെ വില മനസ്സിലാക്കുകയാണ്, വെള്ളത്തിന്റെ വില അറിയുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതിനെ സംബന്ധിച്ച്, ഈ അള്ളാഹുവിന്റെ ഈ അനുഗ്രഹത്തെ സംബന്ധിച്ച് നമ്മൾ മറന്നു പോകരുത്. അത് അള്ളാഹു നമുക്ക് നൽകിയ വലിയ ഒരു നിയമത്താണ്. അള്ളാഹു ചോദിക്കുന്നുണ്ട്, ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറൻ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അള്ളാഹു പറയാണ്, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറൻ, നിങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളം വറ്റിപ്പോയാൽ ഫമൻ യഅതീകും, ആ വെള്ളം നിങ്ങൾക്ക് പിന്നെ ആരാണ് കൊണ്ടുവന്ന് തരിക? ബിമാഇൻ മഈൻ, ഈ ഒഴുകുന്ന ഈ ഉറവ ഉള്ള ഈ വെള്ളം നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരുന്നത് പിന്നെ ആരാണ്? ഈ സംവിധാനങ്ങൾ, ഈ മഴ പെയ്തിട്ട് ആ വെള്ളം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കത് പിന്നീട് ഉപയോഗിക്കാൻ പാകത്തിൽ ഭൂമിയുടെ അറകളിൽ ശേഖരിച്ചു വച്ചിരിക്കുകയാണ്. നമ്മളൊന്ന് ബോർവെൽ മോട്ടറിന്റെ സ്വിച്ച് ഒന്ന് ഓണാക്കിയാൽ മതി, ആ വെള്ളം എന്ത് ചെയ്യാണ്? ടാങ്കിലേക്ക് വന്ന് നിറയുകയാണ്. അവിടെ നമുക്ക് സാധിക്കുമോ? അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, വമാ അൻതും ലഹു ബിഖാസിനീൻ, നിങ്ങൾക്കത് സംഭരിച്ചു വെക്കാൻ കഴിയുമായിരുന്നില്ല. എത്രയെന്നും പറഞ്ഞ് സംഭരിച്ചു നോക്കി മഴ പെയ്യുന്നത്? നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ എങ്ങനെയാണ് നമ്മളത് പിന്നെ സംഭരിച്ചു വെക്കുക? നമ്മുടെ വീട്ടിലെ പാത്രങ്ങളൊക്കെ ഉപയോഗിച്ച് വെച്ചാൽ എത്രയെന്നും പറഞ്ഞ് നടക്കും. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമുക്ക് എന്നും ഉപയോഗിക്കാൻ പറ്റുന്ന പാകത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഭൂമിക്കടിയിൽ അത് സംഭരിച്ചു വെച്ചിരിക്കുകയാണ്, സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വമാ അൻതും ലഹു ബിഖാസിനീൻ, നിങ്ങൾക്കത് സംഭരിച്ചു വെക്കുവാൻ കഴിയുമായിരുന്നില്ല. വഅൻസൽനാ മിനസ്സമാഇ മാഅൻ ബിഖദരിൻ, വഅൻസൽനാ മിനസ്സമാഇ മാഅൻ ബിഖദരിൻ, നാം ആകുന്നു നിങ്ങൾക്ക് നിശ്ചിതമായ അളവിൽ വെള്ളം ചൊരിഞ്ഞു തന്നത്. നിശ്ചിതമായ അളവ്, അതിനൊക്കെ അളവുണ്ട്, അള്ളാഹുവിന്റെ അടുത്ത് കണക്കുണ്ട്. ഇതൊന്നും വെറുതെ അല്ല. അങ്ങനെ ഇല്ലായിരുന്നെങ്കിലോ, അങ്ങനെ പിന്നെ ഇതൊരു നിയന്ത്രിക്കുന്ന ഒരാളില്ലെങ്കിലോ എന്തായിരിക്കും അവസ്ഥ? ഇതങ്ങ് പെയ്തുകൊണ്ടേ ഇരിക്കില്ലേ? പക്ഷെ ഇത് പെയ്യുന്നു, മാറുന്നു, പിന്നെയും കുറച്ച് കഴിയുമ്പോൾ അത് പെയ്യുന്നു, മാറുന്നു, അല്ലേ? പിന്നീട് അത് പിന്നെ കുറെ മാസങ്ങളിലേക്ക് നമുക്ക് കിട്ടാതെ വരുന്നു. പിന്നെ അപ്പൊ ചൂടുകാലം തുടങ്ങുന്നു, പിന്നെ തണുപ്പ് കാലം, മഴക്കാലം വരുന്നു. അങ്ങനെ അവിടെ ആ ആവശ്യത്തിനനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല മഴ നൽകുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ പറയുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വഅൻസൽനാ മിനസ്സമാഇ മാഅൻ ബിഖദരി, നിശ്ചിതമായ തോതിൽ അളവിൽ നിങ്ങൾക്ക് നാം തരുന്നു. ഫഅസ്കന്നാഹു ഫിൽ അർദ്, എന്നിട്ട് അത് ഭൂമിയിൽ തങ്ങി നിൽക്കുന്നതാക്കി വെച്ചു. ഭൂമിയിൽ ആ മഴയെ അല്ലാഹു തങ്ങി നിൽക്കുന്നതായി, കെട്ടി നിൽക്കുന്നതായിട്ട് നിർത്തി. വഇന്നാ അലാ ദഹാബിൻ ബിഹി ലഖാദിറൂൻ, അത് വറ്റിച്ചു കളയാൻ തീർച്ചയായും നാം ശക്തനായിരുന്നു. അത് ഇല്ലാതാക്കാനും എനിക്കത് കഴിയുമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരിക. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ മഴ എന്ന് പറയുന്നത് അതൊരു ഇതായിട്ട്, ബുദ്ധിമുട്ടായിട്ട്, പ്രയാസമായിട്ട് കാണാതെ
അള്ളാഹു നമുക്ക് നൽകിയ നിഅമത്തുകളുടെ കൂട്ടത്തിൽ വിലപിടിച്ച നിഅമത്താണ് ഇത് എന്ന് മനസ്സിലാക്കി അവന് നന്ദിയോടു കൂടി അതിൽ നന്ദി അർപ്പിക്കാൻ, അവന് ശുക്ർ പറയാൻ നാം പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസല്ലല്ലാഹു അലാ നബിയിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഉസീകും സാനിയം ബിതഖ്വല്ലാഹ്. പ്രിയമുള്ള സഹോദരന്മാരെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഉപദേശിക്കുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ മഴ എന്ന് പറയുന്നത് അള്ളാഹുവിൽ നിന്നാണ്. അള്ളാഹു നമുക്ക് നൽകുന്നതാണ് മഴ. അതിൽ ആർക്കും പങ്കില്ല. ഒരു ആൾക്കും, ഒരു ഇൻസിനും അതിൽ പങ്കില്ല. ആർക്കെങ്കിലും പങ്കുണ്ടെന്ന് പറയുന്നത് ശുദ്ധമായ കളവ്. ഒരു ഔലിയക്കോ ഒരു തങ്ങൾക്കോ ഒരു ബീവിക്കോ ഒരു ദേവനോ ഒരു ദേവിക്കോ ഒരു വലിയ ഔലിയാക്കോ ആർക്കും അതിൽ പങ്കില്ല. അത് അള്ളാഹുവിൻ്റെ നിശ്ചയവും തീരുമാനവും അനുസരിച്ചാണ്. അത് എങ്ങനെ അതിൻ്റെ തോതും കണക്കും എല്ലാം നിശ്ചയിക്കുന്നത് റബ്ബാണ്. പക്ഷേ ചിലപ്പോഴൊക്കെ നമ്മളത് മറന്നു പോകുന്നുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ റബ്ബാണിത് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മുടെ നാവിൻ തുമ്പിൽ നിന്നും ചില വാചകങ്ങൾ പുറത്തേക്ക് ചില സന്ദർഭങ്ങളിലൊക്കെ വരും. എന്താണ്? ഇതിപ്പോൾ മഴ പെയ്താൽ ഇത് കർക്കിടക മാസമാണ്, കർക്കിടക മാസം ആയതുകൊണ്ടാണ് മഴ. അങ്ങനെ പറഞ്ഞാൽ അത് വലിയ അപകടമാണ്. കർക്കിടക മാസമായതുകൊണ്ടല്ല, അത് നമ്മുടെ പൂർവികന്മാരൊക്കെ അതൊരു കണക്കായിട്ട് വെച്ചത് മാത്രമാണ്. കർക്കിടക മാസത്തിനൊന്നും വലിയ, പണ്ടൊക്കെ ഈ ജൂൺ വരുമ്പോൾ ശക്തമായ മഴയായിരുന്നു. ഇന്നിപ്പോൾ അതും മാറി ഓഗസ്റ്റ് മാസത്തിലേക്കൊക്കെ വരുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടായത്. കഴിഞ്ഞ 2018 വെള്ളപ്പൊക്കം ഉണ്ടായത് ഓഗസ്റ്റ് മാസത്തിലാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു കാലത്തിൻ്റെയോ കണക്കിൻ്റെയോ ഒക്കെ അടിസ്ഥാനത്തിലല്ല, ആർക്കും അതിൽ പങ്കില്ല. കാലാവസ്ഥാ നിരീക്ഷകർ തന്നെ പറയുന്നത് എന്താണ്? മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് എന്ന്. അവർക്ക് ഉറപ്പില്ല. അപ്പൊ റബ്ബ് നിശ്ചയിക്കുന്ന കാര്യമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അള്ളാഹു പറഞ്ഞതായിട്ട് അസ്ബഹ മിൻ ഇബാദി മുഅ്മിനും ബി വകാഫിറുൻ. എൻ്റെ ചില ദാസന്മാർ ചിലർ വിശ്വാസികളുമായി നേരം വെളുത്തപ്പോൾ ചില ആളുകൾ മുഅ്മിനീങ്ങളുമായി, ചില ആളുകൾ കാഫിരീങ്ങളുമായി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, ഫഅമ്മാ മൻ ഖാല, ആരെങ്കിലും പറഞ്ഞാൽ മുത്തിർന ബിഫളില്ലാഹി വറഹ്മതിഹി ഫദാലിക മുഅ്മിനും ബി കാഫിറുൻ ബിൽ കൗകബ്. ഇങ്ങനെ ഇതാണ് അള്ളാഹുവിന്റെ ഫളിൽ കൊണ്ട് റഹ്മത്ത് കൊണ്ട് നമുക്കിതാ മഴ ലഭിച്ചു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഫദാലിക മുഅ്മിൻ, അവൻ മുഅ്മിനായി, അവനിൽ എന്നിൽ വിശ്വസിച്ചു. കാഫിറുൻ ബിൽ കൗകബ്, നക്ഷത്രത്തിൽ അവൻ അവിശ്വസിച്ചു. ചില നക്ഷത്ര ഫലങ്ങൾ എന്നൊക്കെ നക്ഷത്രത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ, ഞാറ്റുവേലയുടെ അടിസ്ഥാനത്തിലാണ് ഒക്കെ ഇന്നത്തെ കണക്കും കാര്യവും ഒക്കെ കൂട്ടുന്നതെങ്കിൽ അത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹു വിശ്വസിക്കുന്ന മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം പാടുള്ളതല്ല. അവന്റെ വിശ്വാസത്തിൽ നിന്ന് അവൻ കാഫിറായി പോകുന്ന, പുറത്തു പോകുന്ന പരിപാടിയാണ്. അതുകൊണ്ട് ഒരു നക്ഷത്രവുമല്ല, ഒരു അങ്ങനെയുള്ള ഒരു ഞാറ്റുവേലയും കൊണ്ടല്ല മഴ തരുന്നത് റബ്ബാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ചില ആളുകൾ കാഫിറായി പോകുന്നത് എങ്ങനെയാണ്? ചില ആളുകൾ പറയും മുതിർന്ന ബനൂഇൻ കദാ വകദ, ഇപ്രകാരം കൊണ്ട് ഞങ്ങൾക്ക് ഇന്ന നക്ഷത്രത്തെ കൊണ്ട് മഴ ലഭിച്ചു, ഇന്ന ഞാറ്റുവേല കൊണ്ട് മഴ ലഭിച്ചു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഫദാലിക കാഫിർ, അവൻ കാഫിറായി. ഫകാഫിറുൻ ബി, അവൻ എന്നിൽ അവിശ്വസിക്കുകയും, മുഅ്മിനും ബിൽ കൗകബ്, അവൻ നക്ഷത്രത്തിൽ വിശ്വസിക്കുകയും ചെയ്തു എന്ന്. അപ്പൊ ഈ ഒരു അപകടത്തിലേക്ക് നമ്മൾ ആരും പോയി പെട്ടുപോകാൻ പാടില്ല. നമ്മുടെ ഈമാൻ എപ്പോഴും നല്ല ഈമാനായിരിക്കണം. റബ്ബിനെ സംബന്ധിച്ചിടത്തുള്ള ആ അറിവുകൾ അത് നമുക്ക് കൃത്യമായി കൊണ്ടുപോകേണ്ടതുണ്ട്. നമ്മുടെ
പല പല കാര്യങ്ങളിലും നമുക്ക് പല തടസ്സങ്ങളും ഈ ജ്യോത്സ്യന്മാരും കണക്കുനോട്ടക്കാരുടെയും ഒക്കെ അവർക്കൊന്നും ഇതിലൊരു പങ്കുമില്ല. ഇവിടെ ഈ ലോകത്തിന്റെ കറക്കത്തിലോ ഒന്ന് പിടിച്ചു നിർത്താനോ ഈ മറ്റു ഉള്ള നമ്മുടെ ഭാവി ഒന്നും അവരുടെ കയ്യിലില്ല. റബ്ബ് നിശ്ചയിക്കുന്നത് പോലെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. അതിലൊന്നും 1% പോലും സത്യമില്ല. റബ്ബ് എന്താണ്? അതിനല്ലേ നമുക്ക് നമ്മൾ ഈമാൻ കാര്യത്തിൽ 6-ാമത്തേത് അള്ളാഹിന്റെ വക്കലാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നത്. ഖൈറാവട്ടെ ഷർറാവട്ടെ അള്ളാഹു തീരുമാനിക്കുന്നത്. അതിന്റെ അപ്പുറം വേറെ ഒന്നുകൊണ്ടും അല്ല എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. അപ്പോ ഇതേപോലുള്ള കാലാവസ്ഥകളൊക്കെ വരുമ്പോൾ ഇന്ന് കർക്കിടകമാണ് അതാണ് എന്ന് പറഞ്ഞ് പോവണ്ട, അങ്ങനെ പറയാൻ നിൽക്കണ്ട. അത് നമ്മുടെ കുഫറിലേക്കുള്ള യാത്രയായി പോകും എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പ് നൽകുമാറാവട്ടെ. നമ്മുടെ പാപങ്ങളെല്ലാം അള്ളാഹു പൊറുക്കുകയും അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും നരകശിക്ഷയിൽ നിന്നും കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാവട്ടെ. നമുക്കെല്ലാം അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനുള്ള നല്ലൊരു മനസ്സും ശരീരവും നമുക്ക് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ഏതു കാലാവസ്ഥയിലും അള്ളാഹുവിനെ അടിയുറച്ചു വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങളിൽ വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധത്തിലുള്ള രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ ഒരു സഹോദരൻ ദമാമിൽ പെട്ടെന്നുള്ള അസുഖത്താൽ ഹോസ്പിറ്റലിലാണ്, ജുബൈൽ ഹോസ്പിറ്റലിലാണ് എന്ന് അറിയാൻ സാധിച്ചു. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എല്ലാവരും അദ്ദേഹത്തിന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. ഒരു ചെറുപ്പക്കാരനാണ്, 3 പെൺകുട്ടികളുടെ പിതാവാണ്. അപ്പം അതുകൊണ്ട് സഹോദരങ്ങൾ എല്ലാവരും ആ സഹോദരന് വേണ്ടി, മുഹമ്മദ് സാദിഖ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹത്തിന് വേണ്ടി എല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ ആ പ്രയാസത്തിൽ നിന്നും, ആ ഒരു വിഷമഘട്ടത്തിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കൂടുതൽ ആരോഗ്യം നൽകി നല്ല ഊർജ്ജസ്വലതയോടുകൂടി ആ ജീവിതത്തിലേക്ക്, ഈ പ്രയാസങ്ങളിൽ നിന്നും തിരിച്ചു വരാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ചെറുപ്പക്കാരന് നൽകുമാറാവട്ടെ. എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗങ്ങളിൽ നിന്നും എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മളുടെ കച്ചവടവും നമ്മുടെ മറ്റുള്ള ബിസിനസ്സും എല്ലാത്തിലും അല്ലാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഈ പള്ളിക്ക് വേണ്ടി സ്വതക്കകൾ ചെയ്യുന്ന ഒരുപാട് സഹോദരങ്ങളും സഹോദരിമാരുമുണ്ട്. എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏറ്റവും നല്ല പ്രതിഫലം സ്വതക്ക എന്ന് പറയുന്നത് പള്ളിക്ക് വേണ്ടി ചെലവഴിക്കുന്ന സ്വതക്കകളാണ്. അള്ളാഹുവിൻ്റെ ജാരിയായ സ്വതക്കയിൽപ്പെട്ടതാണ്. അള്ളാഹുവിൻ്റെ ഭവനത്തെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള ആ ഒരു വലിയ കാര്യത്തിന് വേണ്ടി നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായിട്ട് സഹകരിക്കുകയും പ്രാർത്ഥിക്കുകയും നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കണം എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. أقول قولي هذا أستغفر الله لي ولكم وعن جميع المسلمين والمؤمنين أجمعين واستغفروه